ഹലോ എവ്രി വൺ. വിക്ടേഴ്സ് ചാനലിൽ +1 കെമിസ്ട്രി 7ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആറ്റംസ് എന്താണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആറ്റം എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, ആറ്റോമിയോ, വിച്ച് മീൻസ് അൺകട്ടബിൾ, കട്ട് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഡിവിസിബിൾ അല്ലാത്തത്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നിനെയാണ് നമ്മൾ ആറ്റം അല്ലെങ്കിൽ ആറ്റോമിയോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആറ്റംസിനെ ആ ഒരു പേര് വിളിക്കുന്നത്. ആൻഡ് ആറ്റംസ് ആർ നോൺ ആസ് ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് ആറ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അല്ലെങ്കിൽ ലിവിങ് ബീയിങ്സിലെല്ലാം നമുക്ക് സെല്ലാണെങ്കിൽ മാറ്ററിൽ ആറ്റംസിൻ്റെ രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ആറ്റംസിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറിയെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡാൾട്ടൻസ് ആറ്റോമിക് തിയറി ആറ്റമിനെ അൾട്ടിമേറ്റ് പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡാൾട്ടൻസ് ആറ്റോമിക് തിയറി വെച്ചിട്ട് നമുക്ക് കുറച്ച് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അതുപോലെ തന്നെ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഇതുപോലത്തെ കുറച്ച് ലോസ് ഒക്കെ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ഇവിടെ 4 കൺക്ലൂഷൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ 4 ഞാനിവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. രണ്ടാമത്തേത്, ഓൾ ആറ്റംസ് ഓഫ് എ ഗിവൺ എലമെൻറ്റ് ഹാവ് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിംഗ് ഐഡൻറ്റിക്കൽ മാസ്. ആറ്റംസ് ആർ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, ഡിഫറെൻറ്റ് മാസ്. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് combined in a fixed ratio. Chemical reactions involve reorganization of atoms. These are neither created or not destroyed in a chemical reaction. അപ്പോൾ ഇതാണ് 4 പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ, ആറ്റംസിനെ ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ ഇൻഡിവിസിബിൾ ആണ് ആറ്റംസ്. അതാണ് നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. മാറ്ററിലുള്ളത് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആറ്റംസ് ആണ്. രണ്ടാമത്തേത്, ഒരു എലമെൻറ്റിൽ ഉള്ള ആറ്റംസിനെല്ലാത്തിനും ഐഡൻറ്റിക്കൽ സിമിലർ പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും, ഒരേ മാസ്. ഒരേ എലമെൻറ്റിലുള്ള ആറ്റംസിന് മാത്രം ഒരേ മാസ്, അതുപോലെ തന്നെ ഒരേ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ വേറെ വേറെ എലമെൻറ്റിൻ്റെ ആറ്റംസിന് നമുക്ക് മാസ് വേറെ ആവുന്നതും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഡിഫർ ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ രണ്ടാമത്തെ കൺക്ലൂഷൻ. മൂന്നാമത്തെ, കോമ്പൗണ്ട്സ് ആർ ഫൗണ്ട് വെൻ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ. ഒരു ഫിക്സ്ഡ് റേഷ്യോയിൽ എലമെൻറ്റ്സിലുള്ള ആറ്റംസ് കമ്പൈൻ ആവുമ്പോഴാണ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. അതാണ് നമ്മുടെ മൂന്നാമത്തേത്. നാലാമത്തേത്, കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ആറ്റംസിൻ്റെ റീഓർഗനൈസേഷൻ ആണ്. അവിടെ ആറ്റംസ് നിർമ്മിക്കപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. neither created nor destroyed. ആറ്റംസിനെ റീഓർഗനൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ. പക്ഷേ ഡാൾട്ടൻസ് ആറ്റോമിക് തിയറിക്ക് കുറേ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. കാരണം പല റിസൾട്ട്സും ഈ ഒരു എക്സ്പെരിമെൻറ്റിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡാൾട്ടൻസ് ആറ്റോമിക് തിയറിക്ക് കുറേ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അതിൽ ചില ഡ്രോബാക്സ് ആയിരുന്നു സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം ആഫ്റ്റർ ദ ഡിസ്കവറി ഓഫ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്. അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. വൺ എലമെൻറ്റ് വിത്ത് അതറിൻ്റെ ബിഹേവിയേഴ്സിനെ കമ്പയർ ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോളിക്യൂൾസിൻ്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒറിജിൻ അതുപോലെ തന്നെ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡാൾട്ടൻസ് ആറ്റോമിക് തിയറിക്ക് സാധിച്ചിരുന്നില്ല. ഇതാണ് ഡ്രോബാക്സ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സയൻറ്റിസ്റ്റ് ആണ്, സർ ഹംഫ്രി ഡേവി. ഡേവി എസ്റ്റാബ്ലിഷ് ദാറ്റ് ദെയർ ആർ 2 types ഓഫ് ചാർജസ് ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത്, 2 type ഓഫ് ചാർജസ് ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഡേവി ആയിരുന്നു. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജാണ് 2 ചാർജസ്. ഈ ചാർജസ് ആണ് ഇലക്ട്രിക് ചാർജസ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു സബ്സ്റ്റൻസിനെ മറ്റൊരു സബ്സ്റ്റൻസായിട്ട് റിയാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇലക്ട്രിക് ചാർജസ് ആണെന്നാണ് സർ ഹംഫ്രി ഡേവി പറഞ്ഞത്. അപ്പോൾ അതോടെയാണ് നമുക്ക് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്കവറി കാണാൻ സാധിക്കുന്നത്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും, 2 types ഓഫ് ചാർജസ്. ഈ ചാർജസ് തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് സബ്സ്റ്റൻസസ് തമ്മിലുള്ള റിയാക്ഷന് കാരണമാകുന്നത്. ഈ ചാർജ് പാർട്ടിക്കിൾസിന് ചില ബിഹേവിയർ ഉണ്ട്. ലൈക്ക് പാർട്ടിക്കിൾസ്, അതായത് നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ചാർജസ് ഉള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണുള്ളത്. ഇതിന് 2 പോസിറ്റീവ് ചാർജസ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യുകയും അത് അകലുകയും
രണ്ട് ഡിഫറെൻറ്റ് ചാർജസ് ആണെങ്കിൽ, അതായത് ഒരെണ്ണം പോസിറ്റീവും ഒരു നെഗറ്റീവും ആണെങ്കിൽ മാത്രമേ ഇവർ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. അതാണ് ചാർജ് പാർട്ടിക്കിളിൻ്റെ ഒരു ബിഹേവിയർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചില സയൻറ്റിസ്റ്റ് നമ്മുടെ കെമിസ്ട്രിയുടെ ഹിസ്റ്ററിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അതിലൊന്നാമത് വരുന്നത് മൈക്കൽ ഫാരഡേ കണ്ടുപിടിച്ചു ലിക്വിഡ് സബ്സ്റ്റൻസിലൂടെയും ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമെന്നും ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്ത് ഒരു ലിക്വിഡിലുള്ള സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്ന് മൈക്കൽ ഫാരഡേ പറഞ്ഞു. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ ഇലക്ട്രോളിസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലിക്വിഡിലൂടെയും കറണ്ട് പാസ് ചെയ്യും എന്ന് പറഞ്ഞത് മൈക്കൽ ഫാരഡേ ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഹെൻറിക് ഗെസ്ലർ ആയിരുന്നു. അദ്ദേഹം ഒരു ജർമ്മൻ ഫിസിസിസ്റ്റ് ആയിരുന്നു. ഗ്ലാസ് ബ്ലോവർ എല്ലാം ഇൻവെൻറ്റ് ചെയ്തത് ഇദ്ദേഹമായിരുന്നു. അവസാനം ഹെൻറിക് ഗെസ്ലർ പറയുകയാണ് ഇലക്ട്രിസിറ്റി ഗ്യാസസിലൂടെയും പാസ് ചെയ്യും എന്നുള്ളൊരു പ്രിൻസിപ്പിൾ മുന്നിലോട്ട് വയ്ക്കുന്നത് ഹെൻറിക് ഗെസ്ലർ ആണ്. അദ്ദേഹമാണ് ഇലക്ട്രിസിറ്റി ഗ്യാസസിലൂടെയും പാസ് ചെയ്യുമെന്ന് പറഞ്ഞത്. ഹെൻറിക് ഗെസ്ലറിന് ശേഷം ജൂലിയസ് പ്ലക്കറാണ് ഇലക്ട്രിക് കറണ്ട് ഗ്യാസസിലൂടെ വളരെ ലോ ആയിട്ടുള്ളൊരു പ്രഷറിൻ്റെ സമയത്ത് പാസ് ചെയ്യുമെന്ന് പറയുന്നതും ആ ഒരു പ്രോസസ്സിനെ ഇലക്ട്രിക് ഡിസ്ചാർജ് എന്നുള്ളൊരു പേര് നൽകുകയും ചെയ്യുന്നത്. ഗിസ്ലറിൻ്റെ ഡിസ്ചാർജ് ട്യൂബിൻ്റെ സഹായത്തോടെ വില്യം ക്രൂക്കസ് പിന്നെ എക്സ്പെരിമെൻറ്റ്സ് നടക്കുകയും ഗെസ്ലേഴ്സ് ഡിസ്ചാർജ് ട്യൂബിൻ്റെ ക്ലാരിഫിക്കേഷൻ ഓഫ് നേച്ചർ ഓഫ് ഗ്യാസസ് നടത്തുകയും ചെയ്തു. ദാറ്റ് വാസ് ദ പൊസിഷൻ ഓഫ് വില്യം ക്രൂക്കസ്. ഓക്കെ, ആ ഒരു ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പുതിയ ടോപ്പിക്കിലേക്ക് പോവാണ്. ദാറ്റ് ഇസ് കാഥോഡ് റേ. കാഥോഡ് റേ ട്യൂബാണ് നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത്. A cathode ray tube is made up of glass containing two thin pieces of metal called electrodes. ഒരു കാഥോഡ് റേ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ട്യൂബാണ്. ആൻഡ് ഇതിനകത്ത് രണ്ട് തിൻ പീസസ് ഓഫ് മെറ്റൽ ഉണ്ടാവും. ഇത് രണ്ടും ഇലക്ട്രോഡ്സ് ആണ്. ഒന്നിന് നെഗറ്റീവ് ചാർജും ഒന്നിന് പോസിറ്റീവ് ചാർജും ആയിരിക്കും ഉണ്ടാവുക. നെഗറ്റീവിനെ കാഥോഡ് എന്നും പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്യൂബിലൂടെ വെരി ഹൈ വോൾട്ടേജ്, ലോ പ്രഷറിൽ ഹൈ വോൾട്ടേജ് കറണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കറണ്ട് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഫ്ലോ ചെയ്യുകയും അതിന് വേണ്ടി ഒരു സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് ആ ട്യൂബിനുള്ളിൽ മൂവ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിനകത്ത് നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് വിത്ത് എ പെർഫോറേറ്റഡ് ആനോഡ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നോക്കുന്നുണ്ട്. ഒരു ഫ്ലോ ഓഫ് കറണ്ട് നടക്കുമ്പോൾ, കാഥോഡിൽ നിന്ന് ആനോഡിലേക്കുള്ള ഫ്ലോ ഓഫ് കറണ്ട് നടക്കുമ്പോൾ നമ്മൾ ആനോഡിൽ ഒരു ഹോൾ ഉണ്ടാക്കുകയാണ്. ഹോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഒരു പാർട്ടിക്കിൾസ് നേരെ ആ ഹോളിലൂടെ നമ്മളൊരു കോട്ടിങ് വെക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഫ്ലൂറസെൻറ്റ് കോട്ടിങ് നമ്മൾ ആ ആനോഡിൻ്റെ ബാക്കിലായിട്ട് കൊടുക്കും ഓൺ ദ ട്യൂബ്. അപ്പോൾ നമ്മളുടെ ആ പാർട്ടിക്കിൾസ് ആ ഫ്ലൂറസെൻറ്റ് മെറ്റീരിയലിൽ പോയിട്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ ഒരു പാർട്ടിക്കിൾസിൻ്റെ വരുന്ന സ്ഥലത്ത് ഒരു ബ്രൈറ്റർ കോട്ടിങ്, ഒരു ബ്രൈറ്റർ സ്പോട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആ ഒരു ഫോസ്ഫറൻ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സിങ്ക് സൾഫൈഡാണ്. ആ ഒരു ഫ്ലൂറസെൻറ്റ് കോട്ടിംഗ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സിങ്ക് സൾഫൈഡാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് എന്തെല്ലാം കൺക്ലൂഷൻസ് ആണ്, എന്തെല്ലാം റിസൾട്ട്സ് ആണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ കാഥോഡ് റേ സ്റ്റാർട്ട്സ് ഫ്രം കാഥോഡ് ആൻഡ് മൂവ് ടുവേർഡ്സ് ആനോഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഫ്രം ദ നെഗറ്റീവ് ചാർജ് ടു ദ പോസിറ്റീവ് ചാർജ്. These rays themselves are not visible by their behavior, can be observed with the help of certain kind of materials which glow when hit by them. നമുക്കിത് കണ്ണുകൊണ്ട്, നമ്മുടെ നീക്കഡ് ഐസ് കൊണ്ട് കാണാൻ സാധിക്കില്ല. അവരുടെ ബിഹേവിയർ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെരിമെൻറ്റിൽ ഒരു ഫ്ലൂറസെൻ്റ് അല്ലെങ്കിൽ ഫോസ്ഫറസെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ ഗ്ലോ ചെയ്യും. It happens when they are hit by those പാർട്ടിക്കിൾസ്. ആ ഒരു പാർട്ടിക്കിൾസ് വന്നിട്ട് ആ ഒരു ഫ്ലൂറസെൻ്റ് അല്ലെങ്കിൽ ഫോസ്ഫറസെൻ്റ് ആയിട്ടുള്ള ആ മെറ്റീരിയൽ ഹിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ഗ്ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. In the absence of electric or magnetic field, these rays travel in straight lines. ഇലക്ട്രിക് ഫീൽഡിൻ്റെയോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയോ ആബ്സെൻസിൽ അസാന്നിധ്യത്തിൽ നമുക്ക് ആ റേസ് സ്ട്രെയിറ്റ് ലൈൻസിൽ നേരെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രിക്കിലോ മാഗ്നറ്റിക് ഫീൽഡോ ഉണ്ടെങ്കിൽ ദ ബിഹേവിയർ ഓഫ് കാഥോഡ് റേസ് ആർ സിമിലർ ടു
that expected from negatively charged particles. അപ്പോൾ നമ്മൾ ഈ കാഥോഡ് റേസ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്? നമ്മൾക്ക് ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയോ പ്രസൻസ് വരുമ്പോൾ കാഥോഡ് റേസിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ബിഹേവിയർ പോലെ തന്നെയാണ്. അതായത് അവർ ഇലക്ട്രോൺസ് കൊണ്ടാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ കാഥോഡ് നെഗറ്റീവ് ആണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. The characteristics of cathode rays do not depend upon the material of electrodes, the nature of the gas present in cathode ray tubes. Thus, we can conclude that electrons are the basic constituent of all atoms. അപ്പോൾ നമുക്ക് ഇലക്ട്രോഡ്സിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ആ ഒരു ഇലക്ട്രോഡ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ആയിട്ടോ ആ ഒരു ട്യൂബിലുള്ള ഗ്യാസ് ആയിട്ടോ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോൺസ് ആണ് ആറ്റംസിൻ്റെ ഏറ്റവും ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഈ റിസൾട്ട്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ഈ ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ ജെ തോംസൺ ആണ് മെഷർ ചെയ്തത് ആദ്യമായിട്ട്. ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ചാർജ് ടു ദ മാസ് ഓഫ് ഇലക്ട്രോൺ, അതിൻ്റെ റേഷ്യോ ആണ് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. സോ നമ്മൾക്കിവിടെ കാണാം ഈ ഒരു ഡയഗ്രാമിൽ നമ്മുടെ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹാവ് പുട്ട് എ ഹോൾ ഇൻ ആനോഡ്. ആൻഡ് നമ്മൾ നോക്കുകയാണ് ഇനി മാഗ്നറ്റിക് ഫീൽഡിലും ഇലക്ട്രിക് ഫീൽഡിലൂടെയും ഈ ഒരു പാർട്ടിക്കിൾസിൻ്റെ റേ കടന്നു പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. വെൻ ഓൺലി ഇലക്ട്രിക് ഫീൽഡ് ഇസ് അപ്ലൈഡ് ദ ഇലക്ട്രോൺസ് ഡീവിയേറ്റ് ഫ്രം ദ പാത്ത് ആൻഡ് ഹിറ്റ് ഓൺ ദ കാഥോഡ് റേ ട്യൂബ് അറ്റ് എ പോയിന്റ് എ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഇലക്ട്രോൺസിൻ്റെ ഈ ഒരു റേ ഡീവിയേറ്റ് ചെയ്ത് എ എന്ന പോയിന്റിലേക്കായിരിക്കും ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണ് ഈ ഒരു റേയിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഇലക്ട്രോൺ റേ ഡീവിയേറ്റ് ആയി സി എന്ന പോയിന്റിലായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ഇലക്ട്രിക്കും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും ഒരേപോലെ അല്ലെങ്കിൽ ഒരു കെയർഫുൾ ബാലൻസിങ്ങിലൂടെ നമുക്ക് ഈ ഇലക്ട്രോൺ റേ അതേ പൊസിഷനിലേക്ക്, അതായത് ബി എന്ന പൊസിഷനിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ബൈ കെയർഫുൾ ബാലൻസിങ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. നമ്മൾ ആ ഒരു എക്സ്പെരിമെൻ്റ് കൊണ്ട് എന്തെല്ലാം കൺക്ലൂഷൻസിലേക്കാണ് എത്തിയത് എന്ന് നമുക്ക് നോക്കാം. Thomson found out the amount of deviation of particles from their path in the presence of electrical or magnetic field depends upon. തോംസൺ എന്താണ് കണ്ടുപിടിച്ചത്? ആ ഒരു പാർട്ടിക്കിൾസിൻ്റെ amount of deviation, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് എത്രത്തോളം വരികയാണെങ്കിൽ എത്രത്തോളം ഡീവിയേഷൻ ആയിരിക്കും സംഭവിക്കുക എന്നതിനുള്ളൊരു കാൽക്കുലേഷനാണ് തോംസൺ നടത്തിയത്. The magnitude of negative charge on the particle, greater the magnitude of the charge on the particle, greater is the interaction with the electric and magnetic field, and thus the greater is the deflection. ഇവിടെ ഒന്നാമത്തെ ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ്, പാർട്ടിക്കിളിലുള്ള നെഗറ്റീവ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ആ ഒരു പാർട്ടിക്കിളുള്ള ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടുതലാണ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻട്രാക്ഷനും കൂടുതലാണെങ്കിൽ ഡിഫ്ലക്ഷനും കൂടുതലായിരിക്കും. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തേത് പാർട്ടിക്കിളിൻ്റെ മാസ്. പാർട്ടിക്കിൾ ലൈറ്റർ ആണെങ്കിൽ ഡിഫ്ലക്ഷൻ കൂടും. നമുക്കറിയാം ഒരു ലൈറ്ററായിട്ട് ഒബ്ജക്റ്റ് തിരിച്ചു വിടാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് പാത്ത് മാറ്റാൻ നമുക്ക് അത്ര എളുപ്പമല്ല. സോ ലൈറ്റർ ദ പാർട്ടിക്കിളുടെ വെയിറ്റ് കുറയും തോറും അല്ലെങ്കിൽ മാസ് കുറയും തോറും ഡിഫ്ലക്ഷൻ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക്കൽ ഓർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത്. The deflection of electrons from its original path increases with the increase in the voltage of electrodes or the strength of magnetic field. ഇലക്ട്രോൺസിൻ്റെ ഒറിജിനൽ പാത്തിൽ നിന്നുള്ള ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ആവുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒന്നെങ്കിൽ ഇലക്ട്രോഡ്സിലുള്ള വോൾട്ടേജ് ഇൻക്രീസ് ആവണം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കൂടണം. ഈ രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മൂന്ന് രീതിയിലാണ് ഡിഫ്ലക്ഷൻ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ദിസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ഈ ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോണിൻ്റെ ആക്ച്വൽ വാല്യൂ E/m ആണ് വരിക, which we'll get 1.758820 into 10 raised to 11 coulomb per kg ആണ് charge to mass ratio of an electron, where me is the mass of electron in kg. me എന്ന് പറയുന്നത് mass of electron in kg ആണ്, and E is the magnitude of charge on the electron of
ഇലക്ട്രോൺ ഇൻ കുളൂം. ഈ എന്ന് പറയുന്നത് ചാർജാണ്, ഇലക്ട്രോണിലുള്ള ചാർജാണ്, ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്, ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ കുളൂം. സിൻസ് ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്, ചാർജ് ഓൺ ദ ഇലക്ട്രോൺ ഇസ് -E. ഇലക്ട്രോണിലുള്ള ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ -E എന്നായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അസൈൻമെൻറ്റിലേക്ക് കടക്കാം. സോ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. Cathode ray discharge tube experiments declare that in the presence of electrical or magnetic field, the behavior of cathode rays are similar to what expected from negatively charged particles, suggesting that cathode rays consist of negatively charged particles called electrons. The characteristics of cathode rays do not depend upon the material of electrodes and the nature of gas present in the cathode ray tube. Thus, we can conclude that electrons are the basic constituent of all the atoms. ഇതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി റെലവൻ്റ് ആയിട്ട് തോന്നുന്നുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തേതും, write a short note on characteristics of cathode ray tube experiment. അപ്പോൾ the cathode ray starts from cathode and moves towards anode. These rays themselves are not visible, but their behavior can be observed with a certain kind of material, fluorescent or phosphorescent, which glow when hit by them. In the absence of electrical or magnetic field, these rays travel in straight lines. In the presence of electrical or magnetic field, the behavior of cathode rays is similar to that expected from negatively charged particles, suggesting the cathode rays consisting of negative charged particles called electrons. The characteristics of cathode do not depend upon the materials of electrodes and the nature of gas present in the cathode ray tube. Thus, we can conclude electrons are the basic constituent of all atom. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, വെറുതെ വായിച്ചു പോയത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. Don't forget to subscribe to my channel and ring the notification bell. See you all in my next video. Thanks for watching. Bye bye.